ചിപ്സാ ചിപ്സാ ശരിക്ക് പിന്നെ ചിപ്സ് വേണം പോലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലേ? ക്യാമറയിൽ നോക്കിയിട്ടല്ല, അമ്മ നോക്കിയിട്ട് ഓക്കെ. അപ്പൊ നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് ചിപ്സ് ഉണ്ടാക്കി നോക്കട്ടെ. വലിയ വണ്ണുള്ളതൊന്നും ഇല്ല കേട്ടോ, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഈ രണ്ടെണ്ണേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇത് കൊണ്ട് ചിപ്സ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഇത് കഴുകി പീൽ ചെയ്തെടുത്തിട്ട് ഇതിന് വെള്ളം കുപ്പി കളയാവേ. ഇനി ഇത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം ഒരുപോലെ വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്യാം. സ്ലൈസറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വലിപ്പമുള്ള കഷ്ണമൊക്കെ അപ്പൊ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ മാക്സിമം ഒപ്പിക്കളയണം. അപ്പൊ അത് ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇല്ല കുഴപ്പമൊന്നുമില്ല, പൊട്ടിത്തെറിക്കുന്നതുകൊണ്ടാണ്. ഇത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഇപ്പൊ നമുക്ക് ഈ ഒരു പാത്രത്തില് എണ്ണ വെച്ചൊന്ന് ചൂടാക്കുന്നു, പൊരിച്ചെടുക്കുന്നു കേട്ടോ. വേണമെങ്കിൽ ഒരു പകുതി ആവുമ്പോൾ നമുക്ക് ഉപ്പ് വെള്ളം നനച്ചു കൊടുത്തിട്ട് എടുക്കാം. ഞാൻ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ, കാരണം വെളിച്ചെണ്ണ ചീത്തയാവും. അല്ലെങ്കിൽ ഇതിന് യൂസ് ചെയ്യുന്നില്ല, എന്നാലും ഞാൻ പറയാം. ഞാനിത് ഫ്രൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സോൾട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കാം കേട്ടോ. ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് പറ. ബൈ.